ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് പെരുവമ്പയിലാണ്. പെരുവമ്പ ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് കൊടുവായൂരിലേക്കും പാലക്കാട് ടൗണിലേക്കും ചിറ്റൂരിലേക്കൊക്കെ പോകാൻ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് തന്നെയാണ് പെരുവമ്പ. ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ നമ്മളുടെ പ്രോപ്പർട്ടിയിൽ പോകുന്നത്. ഇതല്ലേ അത്തിക്കോടൊക്കെ നമ്മൾ പോകുന്ന റൂട്ടാണിത്. സോ ഇവിടുന്ന് ഈ കാണുന്ന CAHS സ്കൂളാണ് നമുക്ക് ഈ കാണുന്നത്. ഈ ഒരു റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു 20 മീറ്റർ അത്രേ ഉള്ളൂ, ജസ്റ്റ് നടക്കാനുള്ള ദൂരം ഈ വീട്ടിലേക്ക്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഓക്കെ, കംപ്ലീറ്റ് കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുള്ളതാണ്. 5.4 സെൻറ്റ് സ്ഥലമുണ്ട്, 5.4 സെൻറ്റ് സ്ഥലം, 1290 സ്ക്വയർ ഫീറ്റ്. 1290 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. കാർ പോർച്ച് ആദ്യമുള്ളതാണ്. എക്സ്ട്രാ വന്നിട്ട് ഇവർ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഫുള്ള് ഒരു ഹൗസിംഗ് കോളനിയാണ്. എന്താവശ്യത്തിനും നടക്കാനുള്ള ദൂരമുള്ളൂ. നമുക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെ പെട്രോൾ പമ്പുകൾ ഉണ്ട്, 1-2 പെട്രോൾ പമ്പുകളുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്ക് വെളിയിൽ ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുറ്റുവട്ടവും സ്പേസ്. ഇതൊരു ഇന്ത്യൻ ടൈപ്പിലുള്ളൊരു വാഷ്റൂമാണ് വെളിയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളായ വളരെ അടുത്തായിട്ട് തന്നെ സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ ചിറ്റൂർ കോളേജൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 4 to 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ചിറ്റൂർ കോളേജ് വരുന്നുണ്ട്. ഇതവിടെ തിരുമുന്ന കല്ലുണ്ട്. അതുപോലെ ഈ വഴി ചുറ്റും നമുക്ക് നടന്ന് പോകാനുള്ള ഒരു വഴി. ടോട്ടൽ ഞാൻ പറഞ്ഞ പോലെ 5.4 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്പേസ്. ഇവിടെ നിന്ന് നമുക്ക് കിച്ചൺ വർക്ക് ഏരിയ നിന്ന് ഇറങ്ങാനുള്ള ഒരു സ്പേസാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പാലക്കാട് ടൗണിലേക്കൊക്കെ പോകാമെന്ന് വെച്ചൊരു 15 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പാലക്കാട് ടൗണിൽ പോവാം. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കൊടുവായൂർ ജംഗ്ഷനിലെത്താം. ഇതിൽ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് വെളിയിൽ കൂടെയാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് മരങ്ങളൊക്കെ സൈഡിൽ പിടിപ്പിച്ചിട്ടുണ്ട് അവർ. ഈ വഴിക്കാണ് നമ്മൾ മേലെ കയറുന്നത്. അപ്പോൾ സ്റ്റെയർ കേസ് വെളിയിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. 2 BHK ആണ്, 2 ബെഡ്റൂമുകൾ, 2 അറ്റാച്ച്ഡ് ആണ്. മേലെ അത്യാവശ്യം ടെറസ് ഏരിയ ഉണ്ട്. നമുക്ക് ഒരു ശരിക്കൊരു ഡ്രസ് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മേലൊരു ടെറസ് ഏരിയ നമുക്ക് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഒരു ഫങ്ഷൻ വരെ നടത്താനുള്ള സ്പേസ് നമുക്ക് മേലെ കിട്ടുന്നുണ്ട്. ചുറ്റുവട്ടവും നല്ല വീടുകൾ, ഇഷ്ടംപോലെ വീടുകളുണ്ട്. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ശരിക്കും ഇവിടുന്ന് ഈ വീട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും വണ്ടി പോകുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ആണല്ലോ ആ റോട്ടിൽ കൂടെ, അതാണ് നമ്മുടെ റോഡ് കാണുന്നത് അല്ലേ. ഓട്ടോ പോയി, രണ്ടാമതൊരു ഓട്ടോ പോയി, കാറ് പോയി. ഇത് മെയിൻ റോഡാണ്, ബസ് റൂട്ടാണ്. സോ അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ നമ്മുടെ പ്രോപ്പർട്ടി എടുക്കുന്നത്. ഇതാണ് കാർ പോർച്ചിൻ്റെ മേലെ വന്നിട്ട് പർഗോള കൊടുത്തിരിക്കുകയാണ്, ഗ്ലാസ് കൊണ്ടുള്ളത്. രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ വീട് 10-13 വർഷത്തിൻ്റെ മേലെ പഴക്കമുണ്ട്. പക്ഷെ വീട് ഇപ്പോഴും നല്ല രീതിയിൽ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമുക്കിവിടുന്ന് ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പറയുമ്പോൾ ഒരു 25 മിനിറ്റിൻ്റെ അടുത്ത് ദൂരം വരും. ലുലു മാൾ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ലുലു മാൾ എത്താൻ പറ്റും. അങ്ങനെ എല്ലാ സുവിധയും വളരെ നിയറസ്റ്റ് ആയിട്ട്. ഞാൻ പറഞ്ഞ കോളേജുകൾ, അതുപോലെ സ്കൂളുകൾ, അതുപോലെ തന്നെ നമുക്ക് പള്ളിയും അമ്പലങ്ങളൊക്കെ നോക്കിയതിന് വെച്ചാൽ നമുക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് ഒരു 500 മീറ്ററിനുള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. 1 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ചർച്ച് വരുന്നുണ്ട്. അതേപോലെ ഊട്ടുപുര അമ്പലം, വളരെ ഫേമസ് ആയിട്ടുള്ള ഊട്ടുപുര അമ്പലം വന്നിട്ട് നമുക്ക് ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. സോ നമ്മൾ വീട്ടിലേക്ക് ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ കയറി വഴിക്ക് നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് മൊസ്കിറ്റോ നെറ്റിൻ്റെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ഡോറിൽ. പിന്നെ ഒരു തേക്കിൻ്റെ ഒരു ഡബിൾ ഡോറാണ് ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ലിവിങ് സ്പേസ് തന്നെ നമുക്കിവിടെ ഉണ്ട്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഡോറിൻ്റെ ഡിഫറൻസ് ഒന്നുമില്ല, ഒരു ഓപ്പൺ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കർട്ടൺ സെറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെയോ എന്തെങ്കിലും ഫാബ്രിക്കേഷൻ കൊടുത്ത് ഒന്നും കൂടി കവർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. സോ ഇവിടെയാണ് ഡൈനിങ് സ്പേസ്. പക്ഷേ നല്ല ജനലൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചേർന്ന് നമുക്കിവിടെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഈ വീടിൻ്റെ ഫേസ് പറയുമ്പോൾ വെസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് വീടിരിക്കുന്നത് കേട്ടോ. സോ ഇതാണ് ഒരു ബെഡ്റൂം, അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. രണ്ടും ഉള്ളത്, രണ്ടും അറ്റാച്ച് തന്നെയാണ്. സോ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്ത് അതിനോട് ചേർന്നിട്ടാണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് വാഷ്റൂം. ഓക്കെ, ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത് ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഡൈനിങ് സ്പേസ് തന്നെ നമ്മൾ കയറി പോകുന്ന ഡൈനിങ് സ്പേസ് എന്നാണ് എല്ലായിടക്കുള്ള ഡോറും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് എന്നാണ് കിച്ചണിലേക്കുള്ളതും ഹാളിലേക്കുള്ളതും അതുപോലെ തന്നെ അടുത്ത ബെഡ്റൂമിലേക്കുള്ളതും.
ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, ഡൈനിങ് സ്പേസിന് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ നേരെ കുട്ടി ഉറങ്ങിക്കിടക്കുകയാണ്. ഓക്കെ, സോ ഈ ഇവിടെ മോന് ബാത്റൂമിലേക്ക് അങ്ങോട്ട് ഉള്ളിലൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഡോർ ഉപയോഗിക്കുന്നില്ല, ബാത്റൂം ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതും അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് അറ്റാച്ച്ഡ് തന്നെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോകുമ്പോൾ നമ്മൾ കിച്ചണിലേക്കാണ്. കിച്ചണിൽ കബോർഡ് വർക്ക് താഴെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓപ്പൺ ആയിട്ട് പിന്നെ ഫെറോ സിമെൻറ്റിൻ്റെ റാക്സ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് കിച്ചൺ ഏരിയ വരുന്നത്. നിങ്ങളുടെ കംപ്ലീറ്റ് ഫെറോ സിമെൻറ്റിൻ്റെ ഒരു ഫുൾ സ്റ്റോറേജ് സ്പേസ് അവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയയിലോട്ടാണ്. ഇവിടെ തന്നെയാണ് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ആരും അധികം യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാ നമ്മളിങ്ങനെയാണ് ബാക്ക് സൈഡിൽ കയറുന്നത്. സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. ഞാൻ പറഞ്ഞ പോലെ 5.4 സെൻറ്റ് സ്ഥലം, 1290 സ്ക്വയർ ഫീറ്റ്, 2 BHK അറ്റാച്ച്ഡ്, വെസ്റ്റ് ഫേസിലാണ്. ബസ് റോഡിൽ നിന്ന് നമ്മൾ പോകുന്നത് ജസ്റ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ്, ചോദിക്കുന്ന പ്രൈസ് 55 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതിൽ വെള്ളത്തിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ബോർവെല്ലുണ്ട്, അതുപോലെ തന്നെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ബോർവെല്ലും അതുപോലെ തന്നെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. അപ്പോൾ താല്പര്യമുള്ള ഫ്രണ്ട്സ് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരു ടൗൺ സൈഡിൽ എല്ലാ ഇതും കൂടിയിട്ട് ഫെസിലിറ്റീസും അടുത്ത് തന്നെ ഉള്ള ഒരു വീട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ആൻഡ് ലവ് യു.